കണ്ണ എണീക്ക് വാ എടുത്തി എന്തുറക്കാത് വാ ഈ കൈ പിടിച്ച് നടത്തെല്ലാം കുറച്ചു നാളെ ഉണ്ടാവുള്ളൂ അല്ല ശ്രീജ അവേ ഇതാ കുട്ടി കാൽ തൊട്ട് വലുത് കാല് വലുത് കാല് എന്താ കണ്ണാ ഇവക്ക് നാട്ടില് കൊറേ സ്വത്തെല്ലാം ഉണ്ടാ? നല്ല ചോദ്യം. സ്വത്ത് ഉണ്ടോന്നാ? പട്ട, ഗ്രാമ്പു, ഏലക്ക, കാപ്പി, ജീരകം, സാജീരകം, മൊത്തം ഗരം മസാല ഉണ്ടാക്കുന്ന മൊത്തം സാധനത്തിനുള്ളുണ്ട്. പേരെന്നാ മോനെ? ഓളെ പേര് നദികളിൽ സുന്ദരി യമുന. നല്ല പേര്. എന്തല്ല ചമ്മിപ്പോയി. സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായി. ചെറിയൊരു പ്രശ്നമുണ്ട്. മെയിലെന്താ വന്നിട്ടുണ്ട് രാജസ്ഥാനിൽ. നീ പെട്ടെന്ന് വാ. ഞാൻ ഓളെ വിട്ടിട്ട് ഇപ്പോഴൊന്നും വരാൻ പറ്റൂ. എടാ നിന്നെയും കൂട്ടി വരാനാ പറഞ്ഞത്. നീ പെട്ടെന്ന് പെട്ടെന്ന്. അമ്മ ഞാനേ ചെറിയ അത്യാവശ്യം ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ. സാരല്ല മോളെ, ഇപ്പൊ വരും കേട്ടാ. നിങ്ങൾക്കെതിരെ രാജസ്ഥാനിൽ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടല്ലോ. രാജസ്ഥാനിൽ മെയിലോ? ആ, നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നില്ലേ? അതിന് നിങ്ങൾ കൊന്ന് ലൈവ് ഷോ നടത്തി നാട്ടുകാർക്ക് ബിരിയാണി വെച്ച് കൊടുത്തുന്നാണല്ലോ പരാതി. പരാതിയോ? സാറേ, ഞാൻ പശുവിനെ പോലും ഒരു പട്ടിനെ പോലും കൊന്നിട്ടില്ല. എനിക്ക് പേടിയാ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പയ്യ കൊടുത്തിടോ? സാറേ, നമ്മളെ വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ. അതിനുള്ളപ്പം കൊണ്ടുപോയി മറ്റേ പളനിക്ക് മുട്ട അടിക്കാൻ വേണ്ടിട്ട്. പഴനിക്ക് മുട്ട അടിക്കാനാ? അതും പയ്യനും കൂട്ടി? സാറേ, സംഭവം എന്താന്ന് വെച്ചാല് ഇവന് ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ഇളയപ്പനുണ്ട്. പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി. ഈ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല. പിന്നെ ഇവന്റെ നിശ്ചയത്തിന്റെ കാര്യമാണെങ്കിൽ അന്നവിടെ ചിക്കൻ ബിരിയാണിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. അതൊക്കെ വെറുതെ ആളുകൾ. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കേസൊക്കെ ഗോവധ നിരോധന നിയമത്തിൽ പെടുന്നതാണ്. മനസ്സിലായോ? ഇത് തെളിഞ്ഞാൽ 5-6 മാസം പോയി കിടക്കേണ്ടി വരും. എന്തേ സാർ, ഇവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഇല്ലൂ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതല്ലേ നല്ല സമയം. ഓളുടെ മാലയോ വളയോ ചോദിച്ചു നോക്ക്. ഇപ്പൊ ചോദിച്ചാ കിട്ടും. സാറേ, ഞങ്ങളത് നോക്കട്ടെ. ശരി. പ്രഭാകര, 10ന്റെ പൈസ ഞാൻ ഇയാൾക്ക് കൊടുക്കൂലട്ടോ. ചെയ്വത്ത കഴുത്തിന്. നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാ നല്ലത്. SI ഓരുടെ പാർട്ടിക്കാരനാന്ന്. രാജസ്ഥാനിൽ നിന്നൊരു മെയിൽ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഉറപ്പ് ഇത് ഐറ്റിങ്ങളുടെ പണി തന്നെ. ഇന്ന് പോ പ്രകാര. രാജസ്ഥാൻ ഇവിടെ ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോ ടാറ്റ കാണിക്കുന്ന ടീം സാമാർക്ക് രാജസ്ഥാനിൽ ഒരു പിടിയുമില്ല. ഇത് വേറെ ഏതോ വഴിക്ക് വന്ന പണിയാ. അതെനിക്ക് ഉറപ്പാ. എന്നാലും പൈസക്ക് എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. അയ്യോ കണ്ണ, വേറൊരു കാര്യമുണ്ട്. ഓള് വീട്ടിൽ കത്തിരിക്കും. പെട്ടെന്ന് പോകാൻ നോക്കണം അല്ലേ? ഓ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? കൊച്ചു കള്ളല്ലേ? കാലക്കണം. ചെല്ലി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. ഇപ്പൊ ഡീൽ ചെയ്യണം. ആർട്ടിന്റെ റിസർവ് ബാങ്ക്. ഇത്രയും നേരം ഇടണ്ടായിനി ഏട്ടനെ കാത്തിട്ട്. ഇപ്പൊ കുളിച്ചിട്ട് അവിടെ കിടന്നിട്ടേ ഇല്ലു. എന്തോ ബേജാറുണ്ട് ഏട്ടാ. വീട്ടിൽ നിന്ന് മാറിയെന്നെ ആവും. ഇനി കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ആയി. ക്ഷീണിച്ചുറങ്ങായിരിക്കും. യമുന, യമുന എനിക്ക് നല്ല ക്ഷീണിച്ച് ഉറങ്ങിപ്പോയല്ലേ? ചെറിയ ഗിഫ്റ്റ്. ಇಷ್ಟಯಾ? ರೀ ನೀವು ಭದ್ರ, ನಾನು ಎಷ್ಟು ಹೊತ್ತಿಂದ ಕಾಯ್ತಿದ್ದೇನೆ ಗೊತ್ತಾ? ಕಾಯ್ತಾ ನಿದ್ರೆ ಬಂತು. ಇಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು. ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ? ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು. ಅಮ್ಮ,
നീ എന്തിനാ കൂക്കി വിളിക്കുന്നത്? ഇവളെന്തല്ലേ പറയുന്നേ? ആ വന്നപ്പോ തൊട്ട് ഇതന്നെ. എന്ത്? എനിക്കറിയാം അറബിയും തുളുവെല്ലാം. ഏട്ടന് മനസ്സിലായിട്ടില്ല? കന്നഡയാന്ന്. ಹೌದು ಹೌದು. വിദ്യേ ഓള് നല്ല പാങ്ങാന്നാ കേട്ടിനി. നീ കണ്ടിനാ? ഏ നീ കണ്ടിനാന്ന്? ഞാൻ കണ്ടിട്ടാ, മഹേഷ് കണ്ടിനി. മഹേഷ, ആ നമ്മ മഹേഷ്. ഞാൻ ഈ പീടികയെല്ലാം വിട്ട് മറ്റേ ഇടയിലും പോയി കച്ചവടം തുടങ്ങിയാലൊന്നും ആലോചിക്കുക. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിലെല്ലാം നാറി. ഒന്ന് അടങ്ങന്റെ വിദ്യ. ഓനല്ല ഓന്റെ അപ്പുറത്തോനും പണി കൊടുക്കും. നീ നോയിക്കോ. നീ നമ്മളെ കൂടെ നിന്ന് തന്നാ മതി. അല്ലെന്തരാ പാണത്തൂരോ മറ്റോ ഏതോ ഉസ്താദ് ഉണ്ടെന്ന് കിട്ടു. വല്ല മന്ത്രവാദോ ആവാഹനോ അങ്ങനെ ഇതിലും നോക്കണ? ഏയ് ഈനുള്ള മരുന്നല്ല വേറെ ഉണ്ട്. നീ വേജാറാവണ്ടക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. ಸೂರ್ಯೋದಯದ ನಂತರ ಇದ್ರೆ ಕುಟುಂಬಕ್ಕೆ ಹಾಳು ಅಂತ ಅಮ್ಮ ಹೇಳುತ್ತಿದ್ರು. ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲೇ ಅಪ್ಪ ತೀರಿಕೊಂಡ್ರು. ಆಮೇಲೆ ಅಮ್ಮ ಕೂಡ ತೀರಿಕೊಂಡ್ರು. ನಂತರ ನನ್ನನ್ನು ಮತ್ತೆ ನನ್ನ ತಂಗಿಯರನ್ನು ಬೆಳೆಸಿತು ನನ್ನ ಮಾವ. ಇಲ್ಲಿರುವ ರಾಮಚಂದ್ರ ಅಣ್ಣ ಮತ್ತೆ ನನ್ನ ಮಾವ ಒಳ್ಳೆಯ ಗೆಳೆಯರು. നീ എന്തെല്ലാം പറഞ്ഞാലും ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല കേട്ടാ. ഓൻ ഈ നാട്ടിൽ ഒരു നിലയും വിലയുണ്ടോളെ. നമ്മ പെണ്ണുങ്ങളല്ലേ നോക്കണ്ടു. ഇതൊരു നാട്ടുപറയല്ലോളെ. അപ്പുറവും ഇപ്പുറവും ഇല്ല ആളെ കൊണ്ട് പറയിപ്പിക്കണ. ആ കുടുംബശ്രീ രമണിയാറ്റം അറിഞ്ഞാലുണ്ടല്ല അങ്ങനെ എടുത്തിട്ട് വാട്സാപ്പിലിടും. ಅಮ್ಮ ನೀವೇನು ಹೇಳುತ್ತಿದ್ರಿ ಅದು ನನಗಂತೂ ಗೊತ್ತಾಗುತ್ತಿಲ್ಲ. ಏನ ಹೇಳಿದ್ರು ನನಗೆ ನಿಮ್ಮೆಲ್ಲರನ್ನೂ ತುಂಬಾ ಇಷ್ಟ. ನನ್ನ ಭಾಗ್ಯ ನೀವೆಲ್ಲರೂ ನನಗೆ ಸಿಕ್ಕಿತ್ತು. അത് സാരല്ലേ, ഇത് ആദ്യത്തെ ദിവസമായിട്ടല്ലേ. ഇവിടുത്തെ മൂത്ത പെണ്ണല്ലേ നീ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. എല്ലാരെയും കൊണ്ട് നമ്മ നല്ലതേ പറയിക്കാവും. അമ്മ നിങ്ങ എന്ത് നീ കാട് പറയുന്നത്? ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കുന്നല്ലേ നോക്ക്. ഏത് ഭാഷയില്? മലയാളത്തിലാ? ഹരിതേ, ഹരിതേ ഒരു തോർത്തിങ്ങോട്ട് കൊണ്ടുവാ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടില്ലേ? ഇനി എല്ലാം ഏട്ടിനോട് പറഞ്ഞാൽ മതി. ഏട്ടി അതാ ഏട്ടൻ വിളിക്കുന്ന. ನಿಮ್ಮ ನೋಡಲಿಕ್ಕೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ನಮ್ಮ ಪುನೀತರವರ ಹಾಗಿದ್ದೀರಾ? ശരി. കണ്ണാ, കണ്ണോ, സുധാര ഇന്ന് രാവിലെ തന്നെ എന്തിനാ കണ്ണാ സഖാവിന്റെ വീട്ടത്ത്? അമ്മേ, അമ്മേ, എന്താ ഇതെന്താ തോന്നിയ സ്ഥലം കാണിച്ച് വെച്ചിരിക്കും നിങ്ങള്? എന്നോട് എന്തിനു പറയുന്നത്? നിന്റെ അവളോട് ചോദിക്ക്. എന്റെ അച്ഛൻ കുമാരനുണ്ടായത് ഇപ്പൊ ഇത് കണ്ട് ചത്തുപോയനിപ്പോ. ഇതാണ് വേണ്ട വേണ്ട വേണ്ട, ನಾನು ಚಾಯ್ ತಗೊಂಡು ಬರ್ತೀನಿ. ചന്ദന എന്താ ഇതിന്റെ അർത്ഥം? ചന്ദനല്ലേ? എന്നാലും എന്റെ സുധാര കഴിച്ചിട്ടായില്ലോ. ഇതെന്ത് കഥ? ഈ ഭാഷേന്റെ ഒരു പ്രശ്നമാണ്. അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായിക്കോളൂ. എത്രോട്ടം പറഞ്ഞു കൊടുത്തു? ഇനി ഏത് ഭാഷയിൽ പറയണ്ട്? അത് തന്നെ. എടാ പൊട്ട, ഓക്ക് മലയാളം തീരെ അറിഞ്ഞുവിടറോ? തീരെ തീരെ. ಚಾಯ್ ತಗೊಳ್ಳಿ. കുടിക്കുക. യമുന, ഗുഡ് മോർണിംഗ്. ಗುಡ್ ಮಾರ್ನಿಂಗ್. ഇത്രയല്ലൂ ഭാഷ എന്നൊരു പ്രശ്നമല്ല കണ്ണാ. നീ ഓളി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങ. എടാ ഇപ്പൊ നാട്ടിലെ പാർട്ടിന്റെ വില എന്തെന്ന് നിനക്കറിയാം. പിള്ളമാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാൻ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് നീ ഓളി കൊണ്ട് പുറത്തിറങ്ങടാ. കാൺട്രി നാട്ടുകാർ പാർട്ടി നിനക്ക് സെറ്റാക്കി പെണ്ണിനെ എന്തേ വാന്ന് ഈ കാണുന്നില്ലാണ് നമ്മളെ രാജ്യം. വിദ്യ ഒരു 500 പേർ നോട്ടാ വൈകുന്നേരം ഇന്ന് കുറിയാന്ന്.
ആയിട്ടെ. ഷംസേ, ആരാത്? വാ. കണ്ണ ജോറായിട്ടുണ്ടല്ലോ. എവിടെയാ പോകുന്ന എല്ലാരും? ഇങ്ങോട്ട് നാന്നാ, ചങ്കാണ്. ചങ്ക് എന്ന് പറഞ്ഞാ പോലെ ഞങ്ങൾ രണ്ടാളെ പണ്ടുണ്ടല്ലോ. പണ്ടത്തെ കാര്യം പറയണ്ട. ഞങ്ങളെ നാടെല്ലാം ഇഷ്ടായ? ഇഷ്ടായി. ഇനിയൊരു കാര്യം ചെയ്യും, 2 കിലോ കോഴി എടുത്തു വെക്ക്. നിന്റെ മോള് ബിരിയാണി ഉണ്ടാക്കാൻ പോണം. ഓക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇവിടുത്തെ ലോക്കൽ ബിരിയാണി നിങ്ങള് കൂർഗ് ബിരിയാണി. ഞാൻ അടുത്തേക്കാം. ഞാൻ ഒന്നൊന്ന് ചോറിഞ്ഞിട്ട് വരാം. അക്കടെ നല്ല ഫാമിലീസിന് പറ്റിയ സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രം ഉണ്ടോ? കുറച്ച് കാണിക്കുവാ. ഇടിണ്ട്, ഇങ്ങോട്ട് വാ. അപ്പൊ മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചോ. നമുക്കെടുക്കാം. വാ. ഇതെടുന്ന പുതിയ ചെക്കനും പെണ്ണും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങാവും. ഓനുണ്ട് ഇവിടെ. ഓനകത്തെടിയോ ഉണ്ട്. ഒന്നേ മോപ്പിച്ചോ. ഇപ്പൊ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പാർട്ടി വിചാരിച്ചാ ഒന്നല്ല ഒരു 100 പെണ്ണുങ്ങളെ നാട്ടിലിറക്കാൻ കഴിയുന്നു. ഇത് നോക്കിയേ. ಅಕ್ಕ ನನಗೆ ಚೂಡಿದಾರ್ ಬೇಡ, ಸೀರೆ ತುಂಬಾ ಇಷ್ಟ. ಅದು ಹಳದಿ ಬಣ್ಣದು. ഇത് നല്ല പാങ്ങുണ്ടാവും നിങ്ങൾക്ക് ഏതിട്ടാലും നല്ല പാങ്ങുണ്ടാവുപ്പാ. ഇതന്നെ എടുത്തോ. ಅಕ್ಕ ಈ ತರದಲ್ಲ, ಇಂತಹದ್ದು ನಾನು ಉಡುವುದಿಲ್ಲ. ಅಕ್ಕ ಬೇರೆ ಸೀರೆ ಅಲ್ವಾ? ಯಾವ ತರದ್ದು ಬೇಕು? ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ವಾ? ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನಿಮಗೆ? ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಡುತ್ತಾ ಇದ್ದೆ. ಓ ದೇವ್ರೆ, ನನಗೆ ನೆಮ್ಮದಿ ಆಯ್ತು. ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಕನ್ನಡ ಗೊತ್ತಿರೋರನ್ನು ಮೊದಲ ಬಾರಿ ನೋಡಿದೆ. ಸರಿ, ನಿಮ್ಮ ಹೆಸರೇನು? ನನ್ನ ಹೆಸರು ವಿದ್ಯಾಧರ. ನಿಮ್ಮ ಹೆಸರೇನು? ಯಮುನಾ. ಭಂಡಾರ ಕೊರೇ ಪ್ಲಾನಿಂಗ್ ഉണ്ട്. ಹೇಗಿದೆ ನಮ್ಮ ಊರು? ಒಳ್ಳೆಯವರು, ಖುಷಿ ಆಯ್ತು. ನೀವು ತುಂಬಾ ಅದೇನು ತೊಂದರೆ ಇಲ್ಲ, ನೀವು ಬನ್ನಿ. ಕನ್ನಡವ ತುಳುವ ಯಾವ ಭಾಷೆ ಬೇಕಾದ್ರೂ ನೀರು ವ್ಯಾಪಾರ ಅಲ್ವಾ ಕೆಲಸ. കോയി ഇതിട്ട് പോയിക്കണോ? അപ്പൊ ബിരിയാണി വെക്കണ്ടേ? നിന്നെ വെച്ച് തിന്നോ? ನೀವು ಪರವಾಗಿಲ್ವೇ? ತುಂಬಾ ಹುಷಾರು. ഇത് നമ്മുടെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിട്ടാ ഓർ വാങ്ങുന്നതല്ലേ. മോളെ നമുക്ക് ടൗണിൽ നിന്ന് വേറെ നല്ലത് വാങ്ങിക്കാം. ഇവിടുത്തെ ഒന്നും കൊള്ളൂല. ഇത് വേണാ? ഇത് എത്രയാ? ഓരോന്നും പരീക്ഷിച്ച് കാണിച്ച് അടുത്തിട്ട് നിന്നോളൂ. ഇതല്ല 650. വാ. വിട്. മുത്തുമണി എവിടെയാണ്? ധനേഷേട്ടാ, ഒരു 50 റുപ്യ റീചാർജ് ആക്കി തരുവോ? അതെല്ലാം ഞാൻ ചെയ്തരാ. നീ ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടില്ലത്? പച്ചച്ചെരുവാറും? ഞാൻ പറയൂല. എന്നാ പറ, എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പറ. പറയാറോ? ഇല്ല. ഞാനല്ല ചോദിക്കുന്നത്, എന്നോട് പറ. നീ എന്ന് കളിക്കുന്നത്? ഞാൻ ഒരു മൂളായി വരെയെന്ന് പറഞ്ഞേ. ഇല്ല. നീ ഒന്ന് പറ. ആന്നുവച്ചാ ആന്നുവച്ചാ ഓ, നിങ്ങള് ജിമ്മിലാന്നുള്ളത്? അതായി ഫോൺ വിളിച്ചറാ. നീ ഇട്ട ഒരു കളി കളിക്കാലോ. മതി തേങ്ങ അരച്ചത്. എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഉച്ചക്ക് തിന്നോട്ടെ നിനക്ക്? എന്നാന്ന് ചക്കക്കുരു തന്നെയല്ലേ, എനക്കെങ്കും വേണ്ട, ഗ്യാസാണ്. ചക്കക്കുരു തന്നെ ഗ്യാസല്ലേ? ನೋಡಿ ಅಮ್ಮ, ನಾನು ಅಂಗಡಿಯಿಂದ ತೆಗೆದ ಎಲ್ಲಾ ಚೂಡಿದಾರು ಚಿಕ್ಕದಿದೆ. എന്തോളെ എന്തായാലും കഴിഞ്ഞില്ല ನಿನക്ക്? ಇದು ನನಗೆ ಹಿಡಿಸುವುದಿಲ್ಲಮ್ಮ. ಹರಿದ ಬಾ ನನ್ನ ಜೊತೆ, ನಮಗೆ ಹೋಗಿ ಬೇರೆ ನೋಡಿ ತೆಗೆಯೋಣ. ಬಾ ಹರಿತ, ನಮಗೆ ಇವಾಗಲೇ ಹೋಗಿ ಬೇರೆ ಬದಲಾಯಿಸಿ ತೆಗೆಯೋಣ. എന്നമ്മേ